യേശുവിൽ കാത്തിരിക്കുകയും രൂപപ്പെടുകയും ചെയ്യുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. ദേവാലയത്തിൽ ഉണ്ണിയേശുവിനെ കാത്തിരുന്ന ഫനുവലിൻ്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്ന പ്രവാചകയും പ്രവചനവും. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. പ്രവചനം. തൻ്റെ തിരുക്കുമാരനെക്കുറിച്ച് ആവശ്യത്തിലധികം മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ടാവണം. ഗബ്രിയേൽ ദേവദൂതൻ്റെ ദിവ്യ സന്ദേശവും എലിസബത്തിൻ്റെ അനുഗ്രഹവും മാലാഖയുടെ അത്യുന്നത ഗീതവും പോകുന്ന വഴികളിലൊക്കെ ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും 3 രാജാക്കന്മാരുടെ ദർശനവും ദൈവപുത്രനായുള്ള സംരക്ഷണവും ശിമിയോൻ എന്ന മഹാത്മാവിൻ്റെ പ്രവചനവും ഏറ്റുപറച്ചിലും ഇപ്പോൾ ഇതാ ഫനുവലിൻ്റെ മകളും ആശേർ വംശജയുമായ അന്ന എന്ന പ്രവാചകയുടെ പ്രവചനവും. ഇപ്രകാരമാണ് വചനം പറയുന്നത്: അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലത്തിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. മറിയത്തിൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും ദൈവത്തിൻ്റെ പുത്രൻ വിശ്വാസദീപ്തിയാൽ സമ്പൂരിതമാകുവാൻ ദൈവം ഈ പ്രവചന യാത്രകളിലൂടെ ഇടവരുത്തും. 2. അന്നയുടെ കാത്തിരിപ്പ്. അന്ന എന്ന പ്രവാചിക ദൈവപ്രവചനത്തിനു വേണ്ടി ദേവാലയത്തിൽ തപസ്സിരുന്നവളാണ്. ലോകത്തിൽ നിന്നും ദേവാലയത്തിൽ മറഞ്ഞിരുന്നവളാണ് അന്ന. കർത്താവും തൻ്റെ 30 വർഷക്കാലത്തെ ജീവിതം ലോകത്തിൽ നിന്നും തൻ്റെ ഭവനത്തിൽ മാതാപിതാക്കളോടൊപ്പം മറഞ്ഞിരുന്നവനാണ്. മറഞ്ഞിരിക്കുക എന്നാൽ ഒരുങ്ങുക, കാത്തിരിക്കുക, തപസ്സിരിക്കുക എന്നാണ് അർത്ഥം. സക്രിയാസിൻ്റെയും എലിസബത്തിൻ്റെയും ശിമിയോൻ്റെയും അന്നയുടെയും ജീവിതവും നമുക്ക് കാണിച്ചു തരുന്നത് ഈ കാത്തിരിപ്പും തപസ്സനുഭവവും പ്രാർത്ഥനയുമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ആത്മീയ മറഞ്ഞിരിപ്പിൻ്റെ കാലമുണ്ട്. മക്കളുടെ വളർച്ചയുടെ കാലം, ആത്മീയതയ്ക്ക് വേണ്ടി, ദൈവ പദ്ധതിയുടെ അന്വർത്ഥതയ്ക്ക് വേണ്ടി മാതാപിതാക്കളുടെ മറവിൽ, തണലിൽ, പ്രാർത്ഥനയിൽ മക്കളെ വളർത്തേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട്. 3. ദൈവബന്ധ രൂപീകരണം. അവൾ വിധവയായിരുന്നു, വൃദ്ധയായിരുന്നു, ദേവാലയത്തിൽ കഴിഞ്ഞവളായിരുന്നു, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തവളായിരുന്നു. അവളുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിൽ അവൾ ദേവാലയത്തിലും പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും അഭയം കണ്ടെത്തി. ദൈവപദ്ധതിയെ, ദൈവകുമാരനെ കാത്തിരുന്നതുപോലെ നമ്മുടെ ദൈവബന്ധവും നമ്മുടെ പരാധീനതയിലും കുറവിലും പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ദൈവത്തിനായി കാത്തിരിക്കുന്നതിലാണ്. ഒരു വൃദ്ധയായവൾ ശിഷ്യത്വത്തിൻ്റെ മഹത്വം നമുക്ക് കാണിച്ചു തരുന്നു. അഥവാ ആ ഔന്നത്യത്തിലേക്ക് വളരത്തക്ക വിധം ക്രിസ്തുവുമായി ബന്ധപ്പെടുന്നു. ഭൂതകാലത്തിനതീതമായി അവൾ യാത്ര ചെയ്ത് പുതിയ ഭാവിക്കായി പ്രവചിക്കുന്നു. അവൾ ദേവാലയം വിട്ടുപോകാതെ പ്രാർത്ഥനയിൽ നിലകൊണ്ട്. മറ്റൊരർത്ഥത്തിൽ നിന്റെ പ്രാർത്ഥന നിന്നെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിത്യം നിലനിർത്തണമെന്ന് അന്ന നമ്മോട് പറഞ്ഞു തരികയാണ്. യേശുവിൻ്റെ 30 വർഷത്തെ കാലത്തെ ജീവിതത്തിൽ സമ്പൂർണ്ണ ബൈബിളിൽ പറയുന്നത് ഇപ്രകാരമാണ്: ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന്. മറ്റൊരു സുവിശേഷ ഭാഗത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഇപ്രകാരമാണല്ലോ പറയുന്നത്: മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് അവൻ ജീവിച്ചു എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ രൂപീകരിക്കപ്പെടുവാൻ ദൈവം നമുക്ക് നൽകിയ ആദ്യത്തെ പരമപ്രധാനമായ അനുഗ്രഹമാണ് ക്രിസ്തു. ശേഷം പ്രവാചകന്മാരും പുരോഹിതന്മാരും. ദൈവത്തിൽ നാം രൂപീകരിക്കപ്പെടുക എന്നതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ക്രിസ്തുവിൽ നമുക്ക് രൂപീകരിക്കപ്പെടുവാൻ നമ്മെ കത്തോലിക്ക സഭയുടെ വളർച്ചയുടെ എല്ലാ മേഖലകളിലും പൂർണ്ണ വിശ്വാസത്തോടുകൂടി വിട്ടുകൊടുത്ത് നമുക്ക് ജീവിക്കാം.
ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഉണർവരുൾകൈന്നേരം ദേവാ ആത്മതേജസ്സിനാലെ മേവാൻ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകൈന്നേരം ദേവാ ആത്മതേജസ്സിനാലെ മേവാൻ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകൈന്നേരം ദേവാ. ദാസരിൽ നൽകുക പാവകത്തൂമുഖത്തിൻ ദർശനം ദാസരിൽ നൽകുക. ദൂതവൃന്ദം സാദരം വാഴ്ത്തിടും ആശിഷദായക. ഹല്ലേലൂയ പാടുവാൻ അല്ലൽ പാടെ മാറുവാൻ ദയ തോന്നണമേ സ്വർഗതാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകൈന്നേരം ദേവാ ആത്മതേജസ്സിനാലെ മേവാൻ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകൈന്നേരം ദേവാ. ആണ്ടുകളാകവേ തീർന്നിടും മായതിൻ മുന്നമേ. ആണ്ടുകളാകവേ തീർന്നിടും മായതിൻ മുന്നമേ. നാഥ നിൻ കൈകളിൻ വേലയെ ജീവിപ്പിക്കണമേ. നിന്നാത്മാവിലാകുവാൻ നിത്യാനന്ദം നേടുവാൻ കൃപയേകണമേ സ്വർഗതാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകൈന്നേരം ദേവാ ആത്മതേജസ്സിനാലെ മേവാൻ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകൈന്നേരം ദേവാ. ആദിമ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയി. ആദിമ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയി. ദൈവവിശ്വാസമോ കേവലം പേരിനു മാത്രമായി. വന്നാലും നിന്നാലയെ അന്നാലും ജീവാവിയെ അവവാഗ്ദത്തം പോൽ സ്വർഗതാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകൈന്നേരം ദേവാ ആത്മതേജസ്സിനാലെ മേവാൻ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകൈന്നേരം ദേവാ. കാഹളനാദവും കേൾക്കുവാനാസന്ന കാലമായി.
വാനിൽ നീ വേഗത്തിൽ ശോഭിക്കും ആത്മമാണാളനായി. നിൻ വരവിൻ ലക്ഷ്യങ്ങൾ എങ്ങുമേ കാണുന്നങ്ങൾ ഒരു കീടണമേ സ്വർഗതാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകയിന്നേരം ദേവാ. ആത്മതേജസ്സിനാലെ മേവാൻ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകയിന്നേരം ദേവാ.